അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കുമ്പള ടോൾ പ്ലാസയിൽ നടന്ന ഒരു യുവാവിനെതിരെ പോലീസിൻ്റെ അതിക്രമം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നൊരു വലിയ പ്രചാരണം. അപ്പോൾ ആ വീഡിയോയുടെ നിജസ്ഥിതി മനസ്സിലാക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പം ഞാനതിൽ നിരീക്ഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് അവകാശങ്ങളുണ്ട്. നമ്മളെ അവകാശങ്ങൾ ചോദിക്കാനും നമ്മളെ അവകാശങ്ങൾ നേടിയെടുക്കാനും നമുക്ക് അവകാശമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറേ കടമകളും ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൂടി നിർവഹിക്കപ്പെടണം. നമ്മുടെ അവകാശം ചോദിച്ചു മേടിക്കുമ്പോൾ മറ്റുള്ളവരുടെ അവകാശങ്ങളെ ഹനിച്ചുകൊണ്ടാകരുത് അത്. ഈ പറഞ്ഞ ഇൻസിഡൻറ്റിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു KSRTC ബസ് കടന്നു പോകുന്നുണ്ട്. KSRTC ബസ് കടന്നു പോകുമ്പോൾ ആ ബാരിക്കേഡ് ഉയർന്നതിന് ശേഷം വീണ്ടും ബാരിക്കേഡ് താന്നതിന് ശേഷം നെക്സ്റ്റ് വരുന്ന വാഹനത്തിൻ്റെ ഫീസ് അടച്ചു കഴിയുമ്പോഴാണ് ആ ബാരിക്കേഡ് പൊങ്ങുക. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താ? ആ KSRTC ബസ് കടന്നുപോയ ഉടനെ തന്നെ അതിൻ്റെ തൊട്ട് പിറകിലായിട്ട് യുവാവ് അദ്ദേഹത്തിൻ്റെ വാഹനം ഓടിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ താഴ്ന്ന ബാരിക്കേഡ് നേരെ ഇദ്ദേഹത്തിൻ്റെ ബോണറ്റിൻ്റെ മുകളിലേക്ക് വന്ന് വീഴുകയാണ് ചെയ്തത്. സത്യത്തിൽ ഒരു വാഹനം കടന്നുപോയി ബാരിക്കേഡ് താന്നതിന് ശേഷം പിന്നീട് ഫീസ് അടച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ മാത്രമേ ഉള്ളൂ ആ ബാരിക്കേഡ് നമുക്ക് വേണ്ടി ഉയരുക. അതിന് സമയമില്ലാതെ അതിനു വേണ്ടി ശ്രമിക്കാതെ ഇദ്ദേഹം വളരെ ധൃതി പിടിച്ച് ആ KSRTCയുടെ തൊട്ട് പിറകിലായിട്ട് പിടിച്ചപ്പോൾ KSRTC പോയതിനു ശേഷമുള്ള ബാരിക്കേഡ് ഇദ്ദേഹത്തിൻ്റെ കാറിൽ വീഴുക ചെയ്തത്. മാത്രമല്ല, അങ്ങനെ വീണതിന് ശേഷം അദ്ദേഹത്തിന് പരാതി ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അതോറിറ്റിയിലാണ് ഇദ്ദേഹം പരാതിപ്പെടേണ്ടത്. ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയോണ്ടോ അവരോട് തർക്കിച്ചതുകൊണ്ടോ കാര്യമില്ല. മറിച്ച് ടോൾ പ്ലാസ അധികൃതരുമായിട്ടാണ് പരാതി നൽകേണ്ടത്. അത് ചെയ്യാതെ അവിടെ അദ്ദേഹത്തിൻ്റെ പിറകിൽ നിൽക്കുന്ന നൂറുകണക്കിന് വാഹനങ്ങളുണ്ട്. ആ വാഹനങ്ങളിൽ ഒരുപാട് അത്യാവശ്യമുള്ള ആളുകളുണ്ടാകും, ഒരുപാട് ക്രിട്ടിക്കലായിട്ടുള്ള രോഗികളുണ്ടാകും, ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെട്ടവരുണ്ടാകും. അപ്പോൾ ഇവർക്കൊക്കെ അവകാശമല്ലേ? ആ അവകാശത്തെ ഹനിച്ചുകൊണ്ടിട്ട് നടു റോഡിൽ വണ്ടി ഇട്ടിട്ട് മണിക്കൂറുകളോളം ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നത് തീർത്തും തെറ്റാണ്. അത് നമ്മുടെ നിയമവ്യവസ്ഥ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് പോലീസ് വളരെ കൃത്യമായി പറയുന്നുണ്ടത്. ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ വണ്ടി സൈഡാക്കിയിട്ട് എന്നിട്ട് നമുക്കിത് പ്രശ്നം പരിഹരിക്കാമെന്ന്. പക്ഷേ അദ്ദേഹം അതിന് കൂട്ടാക്കുന്നില്ല. അവർ പോലീസിനോട് കയർക്കാണ്. പോലീസിന് അവിടെ നിയമം നടപ്പാക്കാനാണ് പോലീസുള്ളത്. അപ്പോൾ അത് അയാൾക്ക് മാത്രമല്ല, അദ്ദേഹത്തിന് മാത്രമല്ലോ നിയമം. ബാക്കിൽ നിൽക്കുന്ന നൂറുകണക്കിന് വാഹനങ്ങളില്ല ഓരോരുത്തർക്കും അവകാശമുണ്ട്. അവരും ടാക്സ് കൊടുത്തിട്ടാണ് പോകുന്നത്. അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ആ ചെറുപ്പക്കാരൻ്റെ പ്രവൃത്തിയെ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. അത് ശരിയായൊരു നടപടിയായിട്ട് നമുക്ക് മനസ്സിലാക്കാനും കഴിയില്ല.